ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് കെയർ വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. എനിക്ക് പൊതുവേ ഈ ചുണ്ട് ഇങ്ങനെ കടിക്കുന്ന ഒരു ഹാബിറ്റുണ്ട്. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഈ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ സ്കിന്നിങ്ങനെ പീൽ ചെയ്യും. പക്ഷെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മുടെ ലിപ്സിന് അത് ഭയങ്കര മോശമാണ്. പക്ഷെ എന്നാലും എനിക്കത് ഹാബിറ്റ് ആയതുകൊണ്ട് ഞാൻ അത് ചെയ്യും. പക്ഷെ എന്നിട്ടായിരിക്കും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്, അയ്യോ അത് വേണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ലിപ് കെയർ റൊട്ടീനൊക്കെ ആയിരിക്കും. സോ ഞാൻ എൻ്റെ ലിപ്സിനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം, ഹോം മെയ്ഡ് സ്ക്രബ്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ രാവിലെ എണീറ്റ ഉടനെ മുഖമൊക്കെ വാഷ് ചെയ്യത്തില്ലേ, ആ സമയം നമ്മൾ പൊതുവേ ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യും. ഫുൾ ഫേസാണ് അപ്ലൈ ചെയ്യേണ്ടത്, പക്ഷേ ചിലത് നമ്മുടെ ലിപ്സിലൊക്കെ പോകും. സോ അത് ലിപ്സിലാകാണ്ട് ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. കാരണം അങ്ങനെ ആയിക്കഴിയുമ്പോൾ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. സോ അവോയ്ഡ് ദ ലിപ്പ് ഏരിയ, ബാക്കി എല്ലാ ഭാഗത്തും ക്ലെൻസ് ചെയ്തോളൂ. നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്ത ഉടനെ തന്നെ, അതായത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളെപ്പോഴും ഒരു ലിപ് ബാം യൂസ് ചെയ്യണം. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളെപ്പോഴും സ്കിൻ കെയർ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇതൊരു ബ്രൈറ്റനിങ് ലിപ് ബാമാണ് വിത്ത് SPF 30+. നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരും. അതുമാത്രമല്ല, സൺ ടാനിൽ നിന്ന് നമ്മളുടെ ചുണ്ടുകൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 months ഒക്കെ ആയി. ഐ ലൈക്ക് ദിസ് പ്രൊഡക്റ്റ്. പക്ഷെ ഒരു ടിൻറ്റഡ് ഫീൽ തരുന്നില്ല എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ഇതിലിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ടിൻറ്റഡ് ലിപ് ബാം ഓൺലൈനിലുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അത് വാങ്ങിച്ചു. ബട്ട് ദിസ് ഈസ് ഗുഡ്. ഞാൻ ഉപയോഗിച്ചത് ദിസ് ഈസ് ഗുഡ്. ഇനി ഞാൻ അത് എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ തരാം. പിന്നെ വേറൊരു മിസ്റ്റേക്ക് പൊതുവായിട്ട് ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ലിപ് ബാം ഒന്നും ഇടാതെ ഡയറക്റ്റായിട്ട് നമ്മുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇടും. ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആവും. അത് മാത്രമല്ല, നമ്മുടെ ലിപ്പിലെ ബാരിയർ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിപ്പോവും. അതായത് ഒരു മോയ്സ്ചറൈസർ ഇല്ലാതെ ഒരു ഡ്രൈ സ്കിന്നിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമ്മുടെ സ്കിൻ എങ്ങനെ ആയിരിക്കുമോ അതുപോലെ തന്നെ ആയിരിക്കും ഒരു ലിപ് ബാം ഇല്ലാതെ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടാലുള്ള പ്രശ്നം. സോ എപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യണം. ഓക്കെ. പിന്നെ ലിപ് ബാം മാത്രം ഇട്ടാൽ പോരാ, നമ്മുടെ ഉള്ളിലോട്ടും വല്ലതും ചെല്ലണം. ഉള്ളിലോട്ട് വല്ലതും ചെന്നാലേ നമ്മുടെ സ്കിൻ ഭയങ്കര ബ്രൈറ്റൻ ആയിരിക്കുള്ളൂ ഫ്രം വിത്തിൻ. അതായത് ഒരുപാട് വെള്ളം കുടിക്കുക, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക, ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. പുറമേ മാത്രം നമ്മൾ കെയർ ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ബോഡി നമ്മൾ കെയർ ചെയ്യണം. പിന്നെ ലിപ് സ്ക്രബിലോട്ട് പോകുകയാണെങ്കിൽ ഞാൻ നാച്ചുറലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ഷുഗർ എടുക്കും. ഷുഗറിൻ്റെ അകത്ത് കുറച്ച് ഹണി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് അത് ചുണ്ടിലിട്ട് സ്ക്രബ് ചെയ്യും. അതാണ് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്താൽ മതി. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറി ഭയങ്കര റോസി ഫീലായിരിക്കും. നമ്മുടെ ഓൺലൈൻ കാണുന്ന എല്ലാ ലിപ് ബാംസും അവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഫാർമ പ്രോഡക്ട്സാണ് കുറച്ചുകൂടി ഇഷ്ടം. ചാപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ലിപ് ബാം ഉണ്ട്. പിന്നെ ലിപ്പോസ് കെയറോ അങ്ങനെ എന്തോ ഒരു ലിപ് ബാം ഉണ്ട്. ഈ 2 ലിപ് ബാം ഗുഡ്. പിന്നെ ഹൈ എൻഡാണെങ്കിൽ ലാൻജെ അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഒരു പിങ്ക് കളർ ഡബ അതിലുണ്ട്. പിന്നെ ട്യൂബിലും ഉണ്ട്. സോ അത് ട്രൈ ചെയ്യാം ഇഫ് യു വോണ്ട് ടു ഗിവ് എ ട്രൈ. ഇത്രേ എനിക്കറിയൂ ലിപ് കെയറിനെ കുറിച്ച്. ഞാൻ ഇത്രേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ കൂടി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, and above all please subscribe and support my channel. So bye, take care.